സബ്ഷെൽ എന്താണെന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ വിശദമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സബ്ഷെൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഷെല്ലുകൾക്കുള്ളിലെ സബ് ഡിവിഷൻസ് ആണ്, അല്ലെങ്കിൽ സബ്ഷെല്ലുകളുടെ ഒരു കളക്ഷനാണ് ഷെൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഷെല്ലുകൾക്ക് KLMN എന്നിങ്ങനെ പേരിട്ടതുപോലെ തന്നെ സബ്ഷെല്ലുകളെ SPDF എന്നിങ്ങനെ സൂചിപ്പിക്കാം. ഷെൽ നമ്പറിന് തുല്യമായിട്ടുള്ള എണ്ണമാണ് സബ്ഷെല്ലുകൾ കാണാൻ സാധിക്കുക. ഉദാഹരണം, K ഷെല്ലിനുള്ളിൽ ഒരു സബ്ഷെല്ല് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? അതിൻ്റെ ഷെൽ നമ്പർ 1 ആണ്. രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള Lനുള്ളിൽ 2 സബ്ഷെല്ലാണ് കാണാൻ സാധിക്കുക. കാരണം എന്താണ്? അതിൻ്റെ ഷെൽ നമ്പർ 2 ആണ്. ഇത്തരത്തിൽ മൂന്നാമത്തെ ഷെല്ലിനകത്ത് 3 സബ്ഷെല്ലും നാലാമത്തെ ഷെല്ലിനുള്ളിൽ 4 സബ്ഷെല്ലുമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ സബ്ഷെല്ലുകൾ SPDF എന്നിങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇനി ഓരോ ഷെല്ലിലും ഏതൊക്കെ സബ്ഷെല്ലുകളാണ് കാണാൻ സാധിക്കുക നമുക്ക് നോക്കാം. K ഷെല്ലിനുള്ളിൽ ഒരു സബ്ഷെല്ലാണ് ഉള്ളത്, അത് S സബ്ഷെല്ലാണ്. L എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെല്ലിനുള്ളിൽ 2 സബ്ഷെല്ലാണ് ഉള്ളത്, അവ എസും പിയുമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള എമ്മിൽ SPD ഇങ്ങനെ 3 സബ്ഷെല്ലുകളും നാലാമത്തെ ഷെല്ലായിട്ടുള്ള എന്നിൽ SPDF എന്നിങ്ങനെ 4 സബ്ഷെല്ലുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇവ ഓരോ സബ്ഷെല്ലിനും അതിൻ്റേതായ പ്രോപ്പർട്ടീസും അതിൻ്റേതായ ഷേപ്പും ഉണ്ട്. അങ്ങനെ നമുക്ക് ഓരോ സബ്ഷെല്ലിനെയും പരിശോധിക്കാം. സബ്ഷെല്ലുകൾ സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓർബിറ്റലുകളുടെ കൂട്ടമാണ്. അല്ലെങ്കിൽ മിക്കവാറും സബ്ഷെല്ലുകളിൽ ഒരു ഓർബിറ്റിൽ കാണാൻ സാധിക്കും, ചിലത് 2 ഓർബിറ്റിൽ കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടാകും. ഓർബിറ്റും ഓർബിറ്റലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. റോഡിൽ കൂടെ ഒരു കാറ് പോകുന്നു, നമുക്കപ്പോൾ ആ പാത ഒരു ഫിക്സഡ് പാത്താണല്ലേ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഫിക്സഡ് പാത്തിനെ നമ്മൾ ഓർബിറ്റ് എന്നാണ് പറയുക. സൗരയൂഥത്തിൽ ഗ്രഹങ്ങൾ പോകുന്നത് ഓർബിറ്റിലൂടെയാണ്. അതായത് ഗ്രഹങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു പാത്തുണ്ട്, ആ പാത്തിലൂടെ മാത്രമേ അവ സഞ്ചരിക്കുകയുള്ളൂ. എന്നാൽ ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നത് ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു പാത്തില്ല. പകരം ഇലക്ട്രോൺസിനെ കാണാൻ ചാൻസ് ഉള്ള മോസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയെ നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റൽ. മനസ്സിലായോ? അതായത് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ കാണാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഏരിയകളാണ്. അവ ചിലപ്പം ഒരു ഗോളത്തിൻ്റെ ഷേപ്പിലുള്ളതാവാം, അല്ലെങ്കിൽ മറ്റ് പല ഷേപ്പിലുള്ളതാവാം. അപ്പോൾ ഓർബിറ്റും ഓർബിറ്റലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് ഇപ്രകാരമാണ്. നമ്മൾ സബ്ഷെല്ലിൻ്റെ കേസിൽ ഇലക്ട്രോൺസിനെ കാണുന്നതൊക്കെ പറയുമ്പോൾ ഓർബിറ്റൽ എന്ന വാക്കാണ് ഉപയോഗിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓർബിറ്റൽ. ഇനി നമുക്ക് S സബ്ഷെല്ലിനെ പറ്റി പഠിക്കാം. ഈ S എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാർപ്പ് എന്ന് പറയുന്നൊരു ടൈമാണ്. ഇനി ഈ ഷെല്ലിനുള്ളിൽ ആകെപ്പാടെ ഒരു ഓർബിറ്റലേ ഉള്ളൂ. ഈ ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ്? സ്പെറിക്കൽ ഷേപ്പാണ്. ഒരു ഓർബിറ്റലിനുള്ളിൽ മാക്സിമം കാണാൻ സാധ്യതയുള്ള ഇലക്ട്രോൺസ് 2 എണ്ണമാണ്. എല്ലാ ഓർബിറ്റിലും ഏത് ഷേപ്പിലുള്ള ഓർബിറ്റിൽ എടുത്താലും അതിനെല്ലാത്തിനകത്തും 2 ഇലക്ട്രോൺസിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം S എന്ന് പറയുന്ന സബ്ഷെല്ലിനുള്ളിൽ ആകെ ഒരു ഓർബിറ്റിൽ, ആ ഓർബിറ്റലിൻ്റെ ഷേപ്പ് സ്പെറിക്കൽ, അതിനുള്ളിൽ ആകെ 2 ഇലക്ട്രോൺസ്. ഇതാണ് S സബ്ഷെല്ലിൻ്റെ അവസ്ഥ. ഇത് K ഷെല്ല് മുതൽ അവസാനത്തെ ഷെല്ല് വരെ S സബ്ഷെൽസിനെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ഷെൽസിലും ഒരു S സബ്ഷെല്ലാണ് കാണാൻ സാധിക്കുക. K ഷെല്ലിനുള്ളിൽ ഒരു S സബ്ഷെല്ല്, Lനുള്ളിലും ഒരെണ്ണം, എമ്മിനുള്ളിൽ ഒരെണ്ണം, എന്നിനുള്ളിലും ഒരു സബ്ഷെല്ല്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് P സബ്ഷെല്ലിനെ കുറിച്ചാണ്. P എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ. ഈ P സബ്ഷെല്ലിനുള്ളിൽ 3 ഓർബിറ്റിലാണ് ഉള്ളത്. ഓരോ ഓർബിറ്റലിനും ഡംബലിൻ്റെ ഷേപ്പാണ്. ഈ 3 ഓർബിറ്റലുകളും 3 ഡിഫറെൻ്റ് ആക്സിസിലായിട്ടാണ് കാണാൻ സാധിക്കുക. ഓരോ ഓർബിറ്റലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോൺ. P സബ്ഷെല്ലിനുള്ളിൽ 3 ഓർബിറ്റലുള്ളതുകൊണ്ട് തന്നെ ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ വെച്ച് ആകെ മൊത്തം 6 ഇലക്ട്രോൺസാണ് കാണാൻ സാധിക്കുക. K ഷെല്ലിനുള്ളിൽ P സബ്ഷെല്ല് കാണാൻ സാധിക്കത്തില്ല. L മുതൽക്കാണ് P സബ്ഷെല്ലിനെ നമുക്ക് കാണാൻ സാധിക്കുക. എസിനേക്കാളും കുറച്ചുകൂടി എനർജി കൂടിയ സബ്ഷെല്ലാണ് P. ഇനി നമുക്ക് പഠിക്കാനുള്ള D സബ്ഷെല്ലിനെ കുറിച്ചാണ്. D എന്ന് വെച്ചാൽ ഡിഫ്യൂസ്. ഈ സബ്ഷെല്ലിന് P സബ്ഷെല്ലിനേക്കാളും കുറച്ചുകൂടി എനർജി കൂടിയതാണ്. ഇതിനുള്ളിൽ 5 ഓർബിറ്റിലാണ് കാണാൻ സാധിക്കുക. ഓർബിറ്റലിൻ്റെ ഷേപ്പ് P അപേക്ഷിച്ച് കുറേ കൂടി കോംപ്ലക്സ് ആണ്. അതിന് ഷേപ്പ് ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കുക, ഡബിൾ ഡംബൽ ഷേപ്പിലാണ് കാണാൻ സാധിക്കുക.
പി സബ്ഷെല്ലിനേക്കാളും ഉയർന്ന എനർജിയുള്ള 5 ഓർബിറ്റിലുള്ള ഡി സബ്ഷെല്ലിനുള്ളിൽ ഓരോ ഓർബിറ്റിലും 2 ഇലക്ട്രോൺ വെച്ച് ആകെ മൊത്തം 10 ഇലക്ട്രോൺസാണ് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് എഫ് സബ്ഷെല്ലിനെ കുറിച്ച് പഠിക്കാം. എഫ് എന്നാൽ ഫണ്ടമെൻ്റൽ. ഇതിനുള്ളിൽ ആകെ 14 ഇലക്ട്രോൺസാണ് ഉള്ളത് എഫ് സബ്ഷെല്ലിൽ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്ര ഓർബിറ്റിലുണ്ടാവും? ഓരോ ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ വെച്ച് ആകെ മൊത്തം 7 ഓർബിറ്റിലാണ് കാണാൻ സാധിക്കുക. ഇവയുടെ ഷേപ്പ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള കാര്യമാണ്. നിങ്ങളിതിനെ പറ്റിയിട്ട് വലിയ ക്ലാസ്സുകളിൽ, തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. തൽക്കാലം ഇത്ര മാത്രം ഓർത്തിരിക്കുക. എഫ് സബ്ഷെല്ലിൽ 14 ഇലക്ട്രോണാണുള്ളത്, 7 ഓർബിറ്റിലാണ് ഉള്ളത്. ഇവ ഡി സബ്ഷെല്ലിനേക്കാളും കുറച്ചുകൂടി എനർജി കൂടിയ സബ്ഷെല്ലാണ്. ഇവയെ നമുക്ക് എൻ ഷെല്ല് തൊട്ടാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ 4 സബ്ഷെല്ലുകളെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇനി ഓരോ ഷെല്ലിലും ഏതൊക്കെ സബ്ഷെല്ലാണ് കാണാൻ സാധിക്കുക എന്നുള്ളതൊന്ന് സൂചിപ്പിക്കാം. കെ ഷെല്ലിനുള്ളിൽ എസ് സബ്ഷെല്ല് മാത്രമാണ് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ ഷെല്ലായിട്ടുള്ള എല്ലിൽ 2 സബ്ഷെല്ല് കാണാൻ സാധിക്കും, എസും പിയും. മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള എമ്മിൽ എസ് പി ഡി ഇങ്ങനെ 3 സബ്ഷെല്ല് കാണാൻ സാധിക്കും. നാലാമത്തെ ഷെല്ലിലാവട്ടെ എസ് പി ഡി എഫ് എന്നിങ്ങനെ 4 സബ്ഷെല്ലും കാണാൻ സാധിക്കും. ഇനി നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം. നാലാമത്തെ സബ്ഷെല്ലിലെ എസിനെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം? രണ്ടാമത്തെ സബ്ഷെല്ലിലെ എസിനെ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം? ഇതിനൊരു വിദ്യയുണ്ട്. ഒന്നാമത്തെ ഷെല്ലിലെ എസിനെ 1s എന്ന് സൂചിപ്പിക്കാം. രണ്ടാമത്തെ ഷെല്ലിലെ എസിനെ 2s എന്ന് സൂചിപ്പിക്കാം. അങ്ങനെ 1s, 2s, 3s, 4s എന്നിങ്ങനെ 4 സബ്ഷെല്ലിലെ എസ് സബ്ഷെല്ലിനെ നമുക്ക് സൂചിപ്പിക്കാം. ഇനി അതുപോലെ തന്നെ പിയും ഡിയും എഫും ഇപ്രകാരം സൂചിപ്പിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഷെല്ലിലെ പിയെ 2p എന്നും മൂന്നാമത്തെ ഷെല്ലിലെ 3p എന്നും നാലാമത്തെ ഷെല്ലിലെ 4p എന്നും സൂചിപ്പിക്കാം. ഇപ്രകാരം 3dയും 4dയും ഉണ്ട്, 4fഉം ഉണ്ട്. ഇനി നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച ഷെല്ലിലെ കോൺഫിഗറേഷനും നമ്മുടെ സബ്ഷെൽ കോൺഫിഗറേഷനും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യാം. എന്താണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്? ഷെല്ലിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, സബ്ഷെല്ലുകൾ ഏതെന്ന് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോൺസിൻ്റെ എണ്ണവും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നാമത് ഷെല്ല് ചെക്ക് ചെയ്യാം, അതായത് കെ ഷെല്ല്. കെ ഷെല്ലിനുള്ളിൽ ആകെപ്പാട് ഒരു സബ്ഷെല്ലേ ഉള്ളൂ, എസ് സബ്ഷെല്ല്. അതിലാകെ 2 ഇലക്ട്രോൺസേ ഉള്ളൂ. രണ്ടാമത് ഷെല്ല് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ ഷെല്ല് ഏതാണ്? എൽ ഷെല്ല്. ഇതിനുള്ളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളത്? 8 ഇലക്ട്രോൺസ് അല്ലേ? ഇവ എങ്ങനെ സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. 2s എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളും. 2p സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളും. ഇങ്ങനെ 6ഉം 2ഉം 8. ഇപ്രകാരം രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാം. ഇനി മൂന്നാമത്തെ ഷെല്ല്, അതായത് എം ഷെല്ല്. ഇതിനുള്ളിൽ എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ സാധിക്കും? 18 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇത് ഏതൊക്കെ സബ്ഷെല്ലിൽ വരും? ഇതിനുള്ളിലെ സബ്ഷെല്ലുകളെ 3p, 3s, 3d എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുക അല്ലേ? ഇതിനകത്ത് 3sനുള്ളിൽ 2 ഇലക്ട്രോൺസ്, 3pക്കുള്ളിൽ 6 ഇലക്ട്രോൺസ്, 3dക്കുള്ളിൽ 10 ഇലക്ട്രോൺസ്. ഇങ്ങനെയാണ് ഈ 18 ഇലക്ട്രോൺസിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ ഷെല്ല്. നാലാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 32 ഇലക്ട്രോൺസ് അല്ലേ? ഈ 32 ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് സബ്ഷെല്ലിനുള്ളിൽ പ്ലേസ് ചെയ്യുന്നത് നോക്കാം. ഇതിനുള്ള സബ്ഷെല്ലുകളെ 4s, 4p, 4d, 4f എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുക. ഇതിനകത്ത് 4sനുള്ളിൽ 2 ഇലക്ട്രോൺസ്, 4pക്കുള്ളിൽ 6 ഇലക്ട്രോൺസ്, 4dക്കുള്ളിൽ 10 ഇലക്ട്രോൺസ് ആൻഡ് 4sനുള്ളിൽ 14 ഇലക്ട്രോൺസ്. ഇങ്ങനെയാണ് മൊത്തം 32 ഇലക്ട്രോൺസിനെ പ്ലേസ് ചെയ്യുന്നത്.